ഉത്തർപ്രദേശ് കൈസർഗഞ്ച് ഖൈര ബസാർ മേഖലയിൽ പോലീസും കുപ്രസിദ്ധ കവർച്ചാ സംഘവും തമ്മിൽ ഏറ്റുമുട്ടൽ. കുപ്രസിദ്ധ മോഷ്ടാവ് അസ്ലമിനെ പോലീസ് വെടിവെച്ച് കീഴ്പ്പെടുത്തി. മറ്റുള്ള പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. പ്രതികളിൽ നിന്ന് മാരകായുധങ്ങൾ കണ്ടെടുത്തു. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ പറയും. രോഹിണി, ഉത്തർപ്രദേശിൽ ക്രമസമാധാന നില തകർക്കുവാൻ ശ്രമിക്കുന്ന ഗുണ്ടകൾക്കും മോഷ്ടാക്കൾക്കും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഇന്ന് പുലർച്ചെയാണ് പോലീസ് ഗുണ്ടകളുമായി ഏറ്റുമുട്ടലുണ്ടായത്. അതായത് ഒരു മേഖലയിൽ വലിയ കവർച്ച നടക്കുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കവർച്ച നടക്കാൻ ശ്രമം നടത്തുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എത്തുന്നത്. തുടർന്നാണ് അവിടെ ഈ ഒരു കന്നുകാലി കടത്ത് ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ അത് തടയാൻ ശ്രമിച്ച പോലീസിന് നേരെ ഇവർ വെടിയുതിർക്കുകയായിരുന്നു. പോലീസ് തിരിച്ച് വെടിയുതിർത്തു. ഈ ഒരു പ്രതിയുടെ കാലിന് പരിക്കേറ്റു. അജ്മൽ എന്നുള്ള ഒരു പ്രതിയുടെ കാലിനാണ് പരിക്കേറ്റത്. ഇയാളുടെ തലയ്ക്ക് 25,000 രൂപ നേരത്തെ പോലീസ് വിലയിട്ടിരുന്നു. ഇയാൾ വലിയ രീതിയിൽ മോഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ മേഖലകളിൽ വലിയ രീതിയിലുള്ള മോഷണം നടത്തി വരികയായിരുന്നു ഇയാൾ ഈ കൈസർഗഞ്ച് മേഖലയിൽ സ്ഥിരമായി മോഷണം നടത്തുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ തലയ്ക്ക് 25,000 രൂപ പോലീസ് വിലയിട്ടത്. ഏതായാലും എൻകൗണ്ടറിൽ ഈ പ്രതിയുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. ശരി, നന്ദനാണ് വിവരങ്ങൾ നൽകിയത്.